ജാതിമതവർഗ രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഗ്രാമവിശുദ്ധിയുടെ പാഠങ്ങൾ പകർന്നു നൽകി നാടിന്റെ വഴിവിളക്കായി മാറിയ ആരഭി. 1974 ഏതാനും ചെറുപ്പക്കാരുടെ ചിന്തകളിൽ നിന്നുണർന്ന ആശയം ഇന്ന് പടർന്നു പന്തലിച്ച് വൻവൃക്ഷമായി നാടിന്റെ കലാസാംസ്കാരിക കേന്ദ്രമായി മാറിയിരിക്കുന്നു. ആരഭിയുടെ നേതൃത്വത്തിൽ മെയ് 2 മുതൽ 11 വരെ നടത്തിയ ബാലവേദി ക്യാമ്പിന്റെ 10 ദിവസത്തെ പ്രവർത്തന റിപ്പോർട്ട്. പൂക്കാം തളിർക്കാം എന്ന പേരുപോലെ ആരഭി ഒരു വസന്തോത്സവത്തിന് സാക്ഷ്യം വഹിച്ച ദശദിനങ്ങൾ. ഈ വസന്തോത്സവത്തിൽ പൂക്കളും പൂമ്പാറ്റകളുമെല്ലാം വർണ്ണാഭമായി നാടിനെ തന്നെ ആനന്ദ നിർവൃതിയിലാക്കി. സ്നേഹവും സൗഹൃദവുമെല്ലാം ഇഴചേർന്നൊഴുകിയ മനോഹരമായ ദിനങ്ങൾ. പങ്കുവെക്കലും പരസ്പര ധാരണയും മഴനൂലായി പെയ്തിറങ്ങിയ നയന മനോഹര കാഴ്ചകൾ. അതെ, ആരഭി ഒരു ലഹരിയായി മാറിയ നിമിഷങ്ങൾ. കുഞ്ഞു മനസ്സുകളിൽ ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ച് 10 ദിവസങ്ങളിലൂടെ കടന്നുപോയ ബാലവേദി ക്യാമ്പ്. 2025 മെയ് 2-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ CR ദാസ് ബാലവേദി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കളിയും ചിരിയും കഥയും കവിതകളും കൂട്ടപ്പാട്ടുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ബാലസാഹിത്യകാരി കുമാരി ദർശന ഉദ്ഘാടന സമ്മേളനത്തിൽ കുട്ടികളോട് സംവദിച്ചു. ധാരാളം കവിതകൾ ദർശനയും കൂട്ടുകാരും കൂടി ചൊല്ലുകയുണ്ടായി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ സത്യനാഥൻ മാസ്റ്റർ, 6-ാം വാർഡ് മെമ്പർ ശ്രീമതി ജലജ ശശികുമാർ തുടങ്ങിയവർ ആശംസാ സന്ദേശം നൽകി. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികൾക്ക് സ്വയം പരിചയപ്പെടുത്താൻ അവസരം നൽകി. മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് അവസരം നൽകി. കൂടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ അടുത്തറിയാനുള്ള അവസരം ക്യാമ്പിൽ സൃഷ്ടിച്ചു. കുട്ടികൾ സ്വയം പരിചയപ്പെടുത്തിയത് ഒരു A4 ഷീറ്റിൽ എഴുതുകയും അതൊരു പതിപ്പായി മാറ്റുകയും ചെയ്തു. ആദ്യ ദിനത്തിൽ എല്ലാ കുട്ടികൾക്കും വായനയ്ക്കായി ഒരു ബാലസാഹിത്യകൃതി നൽകി. കുട്ടികളോട് ആ പുസ്തകങ്ങൾ വായിക്കാനും ആസ്വാദനക്കുറിപ്പ് എഴുതിവരാനും ആവശ്യപ്പെട്ടു. ക്യാമ്പിൽ എല്ലാ ദിവസവും പത്രവായന, മഹത്വചനങ്ങളടങ്ങിയ ചിന്താവിഷയങ്ങൾ അവതരിപ്പിക്കൽ, ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുമെന്ന് നിർദ്ദേശം നൽകി. ഇംഗ്ലീഷ് ഭാഷയിലെ അടിസ്ഥാനശേഷി വികസനം ലക്ഷ്യമാക്കിയുള്ള ഇംഗ്ലീഷ് ഗെയിംസുകളുമായാണ് 2-ാം ദിന ക്യാമ്പ് തുടങ്ങിയത്. തിരുവില്ലാമല ALP സ്കൂളിലെ അധ്യാപകരായ ശ്രീമതി നിഷ, ഐഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഭാഷാക്കേളികളും റിഡിൽ നിർമ്മാണവും നടന്നു. തുടർന്ന് നടന്ന കടങ്കഥാ നിർമ്മാണത്തിൽ കുട്ടികൾ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും ധാരാളം കടങ്കഥകൾക്ക് രൂപം നൽകുകയും ചെയ്തു. കുട്ടികൾ എഴുതിയ കടങ്കഥകൾ ശേഖരിച്ച് കടങ്കഥാ പതിപ്പ് തയ്യാറാക്കി. അന്നേ ദിവസം പ്രശസ്ത ഗായകൻ ശ്രീ അൻസാർ തച്ചോത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പാട്ടരങ്ങ് അതിമനോഹരമായ ഗാനങ്ങളാൽ സമ്പന്നമായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഏറെ ആസ്വദിച്ച ഈ പരിപാടി 1 മണിക്കൂറോളം നീണ്ടുനിന്നു. 3-ാം ദിവസം വാടാനാംകുറിശ്ശിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു തീവണ്ടി യാത്രയായിരുന്നു. ഞങ്ങൾ കുട്ടികളും സംഘാടക സമിതി അംഗങ്ങളും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ വാടാനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിലമ്പൂർ വരെ ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ യാത്ര ചെയ്തു. നിലമ്പൂരുള്ള കനോലി സ്പോട്ടും തേക്ക് മ്യൂസിയവും സന്ദർശിച്ച് വിവരശേഖരണം നടത്തി. നിലമ്പൂരിന്റെ പ്രകൃതി ഭംഗി തൊട്ടറിഞ്ഞ യാത്രയിൽ ചിത്രകാരി മനില മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും തേക്ക് മ്യൂസിയത്തിൽ വെച്ച് ചിത്രരചനാ ക്യാമ്പ് നടത്തുകയും ചെയ്തു. 4-ാം ദിനം സാഹിത്യകാരൻ ശ്രീ PM നാരായണൻ മാഷ് നയിച്ച കവിതാ ശില്പശാലയായിരുന്നു. നിരവധി കവിതകൾ അദ്ദേഹം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കവിതാരചനയുടെ പ്രാഥമിക പാഠങ്ങൾ അറിയാനുതകുന്നതായിരുന്നു കവിതാ ശില്പശാല. തുടർന്ന് കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ കവിതകൾ രചിക്കുകയും ഒരു ബാലകവിതാ പതിപ്പ് രൂപാന്തരപ്പെടുകയും ചെയ്തു. യുവസാഹിത്യകാരൻ ശ്രീ ഗിരീഷ് രാധാകൃഷ്ണൻ ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു. നാടൻപാട്ടും കഥകളുമായി കുറച്ചു സമയം ശ്രീ ഗിരീഷ് കുട്ടികളോടൊത്തുകൂടി.
തുടർന്ന് സംസ്ഥാന തലത്തിൽ വയലിൻ മത്സരങ്ങളിൽ അംഗീകാരങ്ങൾ നേടിയ കുമാരി ആര്യ സന്ദീപ് വയലിനിൽ സംഗീത വിസ്മയം തീർത്തു. അധ്യാപികയായ ശ്രീമതി സന്ധ്യ EM ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കരണം നടത്തി. 5ാം ദിനത്തിൽ നടന്ന ഗണിത ശില്പശാലയ്ക്ക് റിട്ടയേർഡ് DEO ശ്രീ വേണു പുഞ്ചപ്പാടം നേതൃത്വം നൽകി. കളികളിലൂടെ ഗണിതം എളുപ്പമാക്കാനുള്ള വഴികൾ അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. തുടർന്ന് കുസൃതി കണക്കുകളുടെ അവതരണമായിരുന്നു. കുട്ടികളുടെ ചിന്താശേഷി വികസിപ്പിക്കാനുതകുന്ന മാജിക്കുകളുടെ അവതരണം ശ്രീ അഖിൽ ചെറുപ്പുളശ്ശേരിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. 6ാം ദിവസത്തിൽ ബാലസാഹിത്യകാരനായ ശ്രീ സച്ചിദാനന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാടൻപാട്ടും നാടൻ കളികളുമായി അന്നേ ദിവസം മനോഹരമായിരുന്നു. റിട്ടയേർഡ് ആർമി ഓഫീസറായ ശ്രീ ഗോപി കൃഷ്ണൻ മോക്ക് ഡ്രില്ലിനെ കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകി. ഒറ്റപ്പാലം ASI ശ്രീ സുനിലിന്റെ നേതൃത്വത്തിൽ റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. യുവകലാകാരനായ ശ്രീ പ്രവീൺ താഴത്ത് നയിച്ച കഥാശില്പശാലയിൽ കുട്ടികൾക്ക് ധാരാളം കഥകളും കവിതകളും കേൾക്കാൻ അവസരം ലഭിച്ചു. കഥ എഴുത്തിന്റെ രീതികൾ അദ്ദേഹം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. വാടാനാംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ഗീത ടീച്ചറും ALP സ്കൂൾ വാടാനാംകുറിശിയിലെ റിട്ടയേർഡ് അധ്യാപിക വിജയം ടീച്ചറും ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു. പ്രകൃതിയും സംഗീതവും എന്ന പേരിലുള്ള ഒരു വാദ്യോപകരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംഗീതം കരിയന്നൂർ മന ശ്രീ ത്രിവിക്രമൻ, ഹാർമോണിയം ശ്രീ ഗോപി കണയം, തബല ശ്രീ ഉമ്മർ കാരക്കാട്, മൃദംഗം ശ്രീ നാരായണൻ, ചെണ്ട ഇലത്താളം ശ്രീ സജീഷ് കോവിലിങ്ങൽ തുടങ്ങിയവർ പരിചയപ്പെടുത്തി. എഴുത്തുകാരനും നാടകപ്രവർത്തകനുമായ ശ്രീ പ്രമോദ് ബാലകൃഷ്ണൻ നയിച്ച നാടകക്കളരി കുട്ടികൾക്ക് പുത്തനനുഭവം സൃഷ്ടിച്ചു. കുട്ടികൾ ആവേശത്തോടെ നാടകക്കളരിയിൽ പങ്കെടുത്തു. അന്നേ ദിവസം പ്രശസ്ത കവി P. രാമൻ കുട്ടികളുമായി സംവദിച്ചു. ക്യാമ്പിന്റെ 9ാം ദിവസത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്ലാസ് നയിച്ചു. തുടർന്ന് റിൻസി ടീച്ചറുടെ നേതൃത്വത്തിൽ നിർമ്മാണ ശില്പശാല നടന്നു. പാഴ്വസ്തുക്കൾ കരകൗശല വസ്തുക്കളാക്കി മാറ്റുന്ന തന്ത്രങ്ങൾ ടീച്ചർ അവതരിപ്പിച്ചു. കുട്ടികൾ മനോഹരമായ ഫ്ലവർ വേസുകൾ നിർമ്മിച്ചു. പിന്നീട് CP രാമേട്ടൻ നയിച്ച ഓല കൊണ്ടുള്ള നിർമ്മാണ ശില്പശാലയായിരുന്നു. അക്ഷരായനം വായനാ കൂട്ടായ്മയിലെ അംഗങ്ങളായ പാർവതി ടീച്ചറും സാവിത്രി ടീച്ചറും ക്യാമ്പ് സന്ദർശിക്കുകയും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു. അന്നേ ദിവസം നടന്ന മെഗാ ക്വിസ് മത്സരത്തിൽ വേദ 1ാം സ്ഥാനവും അപന്യ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ദേശീയ പ്രതിജ്ഞയ്ക്കു ശേഷം ദേശീയ ഗാനവും ആലപിച്ചുകൊണ്ട് 9ാം ദിവസവും അവസാനിച്ചു. സമാപന ദിവസം ഷൊർണൂർ CI ശ്രീ രവികുമാർ നയിക്കുന്ന ലഹരിവിരുദ്ധ ക്ലാസും കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററായ ശ്രീമതി നസ്രിൻ നയിക്കുന്ന കൗൺസിലിംഗ് ക്ലാസും നടക്കും. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട MLA ശ്രീ മുഹമ്മദ് മുഹസിൻ നിർവഹിക്കും. സമാപന ദിവസം ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും നൽകും. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാ അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയറോടെ 10 ദിവസത്തെ ക്യാമ്പ് അവസാനിക്കും. ആരബിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ക്യാമ്പിനെ വിജയത്തിലെത്തിച്ചത് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ്. ക്യാമ്പ് പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച രക്ഷിതാക്കൾക്ക് അകമഴിഞ്ഞ നന്ദി റിപ്പോർട്ടിലൂടെ അറിയിക്കട്ടെ. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനുമുതകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ക്യാമ്പിലുടനീളം ഉണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് വാർദ്ധക്യം അവഗണിക്കപ്പെടേണ്ടതല്ല, ആദരിക്കപ്പെടേണ്ടതാണ് എന്ന വിഷയത്തിൽ നടന്ന സംവാദം. ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങളാൽ ഊർജ്ജസ്വലമായിരുന്നു ക്യാമ്പിന്റെ ഓരോ ദിനങ്ങളും. മൂല്യബോധമുള്ള ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ക്യാമ്പ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെത്തി എന്നാണ് ഞങ്ങൾ സംഘാടകർ വിശ്വസിക്കുന്നത്. ക്യാമ്പിൽ നിന്നും ലഭിച്ച മൂല്യങ്ങൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് ജനസമക്ഷം സമർപ്പിക്കുന്നു.